അല്ലാതെ നമുക്ക് 6 ലോഡ് ചെയ്ത് വെച്ചിട്ട് ഓരോന്നോരോന്നൊക്കെ അടിക്കാം. നമുക്ക് പല ടൈപ്പ് സ്റ്റൺഷെല്ലുണ്ട്, TS-ഉണ്ട്, പിന്നെ ചില്ലി പാവ, അങ്ങനെ 2 ടൈപ്പ് ഷെല്ലുകളുണ്ട്. അതിൽ ഉപയോഗിക്കുന്നത് മെറ്റീരിയൽ അത് ഒരു കെമിക്കലുണ്ട്, കണ്ണിന്ന് വെള്ളം വരാൻ രീതിയിലുള്ള കെമിക്കലാണ് ഉപയോഗിക്കുന്നത്. പിന്നെ സ്റ്റൺഷൻ എന്ന് പറയുന്നത് ബ്ലാസ്റ്റുള്ളൂ, പൊട്ടലുള്ളൂ, ഭയങ്കര സൗണ്ട് ആയിരിക്കും. പോകെ പേടിച്ച് പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ TS-സ്മോക്ക് ഉണ്ട്, പിന്നെ പാവാന്ന് കൊണ്ടിരുന്നുണ്ട്, മലാർഗോണിക് ആസിഡ്, വാനിലി, ലാമൈഡ് എന്ന് പറഞ്ഞൊരു കെമിക്കലുണ്ട്. അതാകുമ്പോഴേക്കും അത് നമ്മുടെ ചില്ലിയുടെ ഫ്ലേവറാണ്. കണ്ണിലെ മൂക്കിലൊക്കെ കയറിയിട്ട് ഭയങ്കര എരിച്ചിലും ഇത് ആക്ച്വലി നമുക്കൊരു ഹാംഫുൾ ആണോ ബോഡിക്ക്? ബോഡിക്ക് ഒരു അരമണിക്കൂർ വരെ കുഴപ്പമില്ല, അത് കഴിഞ്ഞാൽ മാറും. അതാ മോബ് അവിടുന്ന് പോകാനുള്ളൊരിത്. പിന്നെ ഡൈമാർക്കർ ഗ്രനേഡ് ഉണ്ട്, അത് അത്യാവശ്യമല്ലേ ഡൈമാർക്കർ. അത് നമ്മൾ മോബ് വയലിൻ്റെ ഇതിൽ ഇഷ്യൂക്ക് ആയിക്കഴിഞ്ഞാൽ നമ്മളത് പൊട്ടിച്ച് കഴിഞ്ഞാൽ ആ ഏരിയയിലുണ്ടായിരുന്ന ആൾക്കാരെ നമുക്ക് അറിയാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. കഴിയാൻ പോകില്ല, ഡ്രസ്സേലൊന്നും വീണാലും പോലെ ദേഹത്ത് വീണാലും പെട്ടെന്ന് കഴുകി കളയാൻ പറ്റില്ല. അപ്പൊ നമുക്കൊരു ദിവസം കഴിഞ്ഞാണെങ്കിൽ പോയി ചിലപ്പോൾ അവർ ഐഡന്റിഫൈ ചെയ്യാൻ അറിയാവുന്ന ആളെ പിടിക്കുന്ന. അതായത് അവര് ഒരു പ്രശ്നം ഉണ്ടാക്കിയ ആൾക്കാർ ചിതറി ഓടിപ്പോകുമല്ലോ. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് ഡൈമാർക്കർ.